ഗൈസ്, തൊടുപുഴയിൽ നിന്ന് ഇതാ ഈ ആക്റ്റീവയിലാണ്. ഇപ്പം ഇതാ ബോർഡ് കണ്ട മൂവാറ്റുപുഴ, തൃശ്ശൂർ, കൂത്താട്ടുകുളം. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ തൊടുപുഴയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇനി പാല വഴി പോയി നേരെ പിന്നെ കോട്ടയം, അങ്ങനെ ആ റൂട്ട് വഴി നേരെ തിരുവനന്തപുരത്ത് പോവുകയാണ് എൻ്റെ ജോലി കഴിഞ്ഞിട്ട് പോകാൻ പോവുകയാണ്. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം. അത്യാവശ്യം സ്പീഡിൽ എത്തി. ഇപ്പം പാലയാണ്. പാല പള്ളിയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവിടെ പാല. ഇനി അടുത്ത കോട്ടയത്തിലോട്ട് പോകണം. എന്തായാലും ഇന്ന് ആഞ്ഞൊരു യാത്ര നടത്തിയാൽ മാത്രമേ ഒരു 6 മണിക്കൂറിലെങ്കിലും എത്തുള്ളൂ. ശരി ഗൈസ്, അടുത്ത കോട്ടയം എത്തിയിട്ട് നമുക്ക് കാണാം. മണിമല, കാഞ്ഞിരപ്പള്ളി. ഇവിടെ പള്ളിപ്പെരുമാളുടെ ഭാഗമാണ്. ഇവിടെ നല്ലൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഇപ്പം വണ്ടിയിൽ വന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങോട്ട് കയറി. നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്ക് കയറി. അത്യാവശ്യം കച്ചവടം, പിച്ചാത്തി, നല്ല സ്റ്റാള്. നമ്മൾ ആറ്റുവാൻ മുഖാന പോലെയൊക്കെ. പള്ളിയിൽ കയറാൻ പറ്റിയില്ല. ഇനി കുറേ ദൂരം യാത്ര ചെയ്താൽ മാത്രമേ പള്ളിയിൽ കയറാൻ പറ്റുള്ളൂ. അല്ല, പള്ളിയിൽ കയറി കഴിഞ്ഞാൽ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോഴേ സമയത്തിന് വീടെത്തൂല. അതുകൊണ്ടാണ് വന്നതിൻ്റെ വരവിൽ ഇങ്ങനെ നല്ല വലിയ ഗ്രാൻഡ് ഉത്സവം നിറയെ തുടങ്ങാൻ പോവുകയാണ്. ഇതൊക്കെ ഭരണി ഐറ്റംസാണ്. കുറച്ചുകൂടെ യാത്ര ചെയ്ത് അടുത്ത ഓരോ സ്ഥലം അനുസരിച്ച് നമ്മൾ അതിൻ്റേതായ വീഡിയോകൾ സെറ്റ് ചെയ്യും. അതിന് മാറ്റമില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകാൻ തുടങ്ങിയാണ്. താമസിപ്പിക്കില്ല, യാത്ര തുടങ്ങിയാണ്. ഓടി കയ്യും കാലൊക്കെ തളർന്നതാ. ബോർഡ് കണ്ട എരുമേലി, മണിമല, രക്ഷയില്ല. നടന്ന് വണ്ടി ഓടി. ഇപ്പം ഏകദേശം ഫോറസ്റ്റ് ഏരിയയാണ്. മൊത്തം ഫോറസ്റ്റാണ്. ശരി, എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. താങ്ക് യു. ഇനി മുമ്പോട്ട് പോവുകയാണ്, ചലിക്കാൻ പോവുകയാണ്. ഇനിയും കൂടെ കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കാം. ഈ ഹൈവേ കൂടെ നമ്മൾ പോകണത്. സെൽഫി സ്റ്റിക്കും വേറെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം പോക്കറ്റിൽ വെച്ച് സെറ്റ് ചെയ്യും. കുറച്ച് ദൂരം നമുക്കങ്ങനെ യാത്ര തുടരാം. നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. ചൂടെന്ന് പറയുന്ന സംഭവമില്ല, നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പാണ്. കേരളം വനം വകുപ്പ് വന്യജീവി സങ്കേത കേന്ദ്രം എന്നൊക്കെ എഴുതി അത് നോക്കി പോകാമെന്നായിരിക്കും. നമ്മൾ സൂക്ഷിച്ചേ പോകുള്ളൂ. എന്തെങ്കിലും ആനയോ പുലിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ അവളെ കണ്ട് പേടിച്ച് കാണുമെന്ന് പറയുന്ന പോലെ എന്നെ കണ്ട് പേടിച്ച് ഓടാമെന്ന് പറയത്തക്ക ആരില്ല. വണ്ടിയിൽ ഫുൾ ടാങ്കാണ് അടിച്ചത്. പത്തനംതിട്ട എല്ലാം ഇത് കൈതച്ചക്ക, അതായത് പൂത്തിച്ചക്ക. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പൂത്തിച്ചക്കയുടെ കേന്ദ്രം. ഇത് ശബരിമല തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. ശബരിമലയിലോട്ട് പോകുന്നത്. കള്ളുഷാപ്പ് ബോർഡൊക്കെ കണ്ട. വണ്ടിയൊക്കെ 660 വന്നത്. രാജു എബ്രഹാം MLA ശബരിമല. ഓക്കെ, ശരി. ഇനി അടുത്ത ഈ വിശേഷമായിട്ട് അടുത്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പോട്ട് മലയാളപ്പുഴ അമ്പലത്തിൻ്റെ അടുത്ത് മലയാളപ്പുഴ അമ്പലം. ഫോട്ടോ
അകത്ത് പോകാൻ ഉള്ള സമയമൊന്നുമില്ല. കാര്യം എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തണം. ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയിലാണ്. ഞാനിതാ ഈ വലയ സൈഡ് കിടക്കുന്ന വഴിയാണ് പോകാം. മലയാളപ്പുഴ അമ്പലം ഈ ഇടത് കാണുന്നത്. നമ്മൾ ആറ്റുകാലമ്മയുടെ ഈ ആ ദേവിയിൽ താഴെ ഇരിക്കുന്ന ആ ദേവിയുടെ ലുക്കിലാണ്. അങ്ങനെ കൊട്ടാരക്കര എത്തി. സ്വാഗതം കൊട്ടാരക്കര നഗരസഭ. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ പോവേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്നാലും അവിടെ ഒന്ന് കിളിമാനൂർ വരെ പോകണം. പാപ്പാല, അതായത് എൻ്റെ അനിയൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി, അനീഷിൻ്റെ മോളെ കാണാൻ വേണ്ടി. അതെന്തായാലും പോയിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പാപ്പാലയിലോട്ടാണ് പോകുന്നത്. ഗേയ്സ്, അങ്ങനെ എൻ്റെ തമ്പിക്കുട്ടൻ്റെ മോളെയും കണ്ടിട്ട് കിളിമാനൂർ പാപ്പാല ആ സ്ഥലത്തുനിന്ന് ഞാൻ എന്താ തിരിച്ചിറങ്ങിയേ തോന്നുന്നു. ശരി ഗേയ്സ്. അങ്ങനെ മണ്ണന്തല എത്തി ഗേയ്സ്. ഒരു രക്ഷയില്ല, കടുപ്പം. എന്നാലും കുഴപ്പമില്ല, മണ്ണന്തല എത്തി. ഇത്രയും വേഗത്തിൽ ഓടിയെത്തി. ഇനി അടുത്ത 4-ാം ചിറ, അവിടെയും നമ്മൾ കവർ ചെയ്യും. കേശവദാസപുരം കവർ ചെയ്യും. നമ്മളെ സ്വന്തം നാട്ടിലെത്തും. ഇപ്പോൾ തന്നെ നാട്ടിലെത്തി, എന്നാലും നമ്മളെ സ്വന്തം ഏരിയയിലെത്തും. ശരി ഗേയ്സ്, പോവേണേ എല്ലാവരും സഹകരിക്കുക. ഗേയ്സ്, നമ്മളെ നാട്ടിലെത്തി. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിസ്വ സൂപ്പർ മാർക്കറ്റ്. ഞാൻ ഇവിടെ സേഫായിട്ട് എത്തി കഴിഞ്ഞു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.